ഉപ്പും മുളകും co-powered by Q Developers and 24news.com. അച്ഛാ, അല്ല അണ്ണാ, എന്തിനു കരയണ? എന്തിന്? സുരേന്ദ്ര, ഓ എന്തിനാ എന്റെ അടുത്ത് പറയാത്ത? എന്ത് പറയാത്തത്? രാജേന്ദ്രനെ വിളിച്ചപ്പോഴാണ് എന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്ത് കാര്യന്ന്? നമ്മളെ ബാബു മരിച്ചോ അല്ലടാ? അല്ല, അതിന് ബാബു നേരത്തെ മരിച്ചല്ല. അത് നീ എന്റെ അടുത്ത് പറയാത്തടാ? എന്റെ അടുത്ത് പറയാത്തത്? ബാബു അങ്കിള് മരിച്ച കാലഘട്ടത്തിൽ നിൽക്കുമോ? പക്ഷെ അതെങ്ങനെ ശരിയാവും? കഴിഞ്ഞ ദിവസം കൂടി ബാബുങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെയാ? ഇടി അതൊക്കെ മറന്ന്, ഇത് പഴയ ഓർമ്മയുടെ പുതിയ തുടർച്ചയാ. ചിന്തിട്ട് മണ്ണം കിട്ടി സാധനം പറയണേ. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ. അയ്യോ, പണ്ടെന്ത് രസമായിരുന്നു ഞാനും ബാവും കൂടെ. വെള്ളപ്പൊക്കത്തിന് ഒന്നുമില്ല, ഉഴുതുകൂടി പോലും ഇല്ലായിരുന്നു. നേരെ താന്നിമരത്തിന്റെ മുകളിൽ കയറി താഴോട്ട് ചാടും, എന്നിട്ട് അക്കരെയാണ് പിടിക്കണം നീന്തി. ഭയങ്കര മഴയായിരുന്നു, ഇത് രസമായിരുന്നു. നമ്മള് സൈക്കിൾ എവിടെയെല്ലാം പോയിട്ടുണ്ട്. എവിടെയെല്ലാം പോയിട്ടുണ്ട്? അതൊക്കെ പറഞ്ഞാൽ കുറേ ഉണ്ട്. കുളത്തൂരുന്ന് ഊരവിള വഴി മാവളക്കട വഴി നെയ്യാറ്റിങ്ങനെ വന്നിട്ട് അവിടുന്ന് മാന വഴി പ്രാവച്ചരം വഴി പാപ്പുറം കൊണ്ട് വന്നിട്ട് കരവര വഴി നേരെ ചാല ചെന്ന് സൈക്കിളിൽ പോയി ചായ താരങ്ങൾ മാറ്റോണ്ട് തിരിച്ച് വീട്ടിൽ പോകുമായിരുന്നു. ഞാൻ വിചാരിച്ചു മിനിമം ഔട്ട് ഓഫ് സ്റ്റേറ്റെങ്കിലും പോയിട്ടുണ്ടാവും. പിന്നെ സൈക്കിളിനും BMW ഫെസിലിറ്റി അല്ലേ. സോറി, ഓ ഓ ഓ അണ്ണാ, പാറുവൊക്കെ മരിച്ചാടാ. പാറു ആര്? ബാബുന്റെ അമ്മ പാറുവൊക്കെ മരിച്ചാടാ. അത് മരിച്ചെന്ന് പറയണ കേട്ടിണ്ടായിരുന്നു. അയ്യോ, അച്ഛൻ ഒരു ദിവസം അത് പറയണേ കേട്ടിണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എന്തുമാത്രം മരിച്ചിരി മീനും വെച്ച് തന്നിട്ടുണ്ടെന്ന് അറിയാമോ? എന്നെ തമ്പുരാക്കുട്ടീന്നേ വിളിക്കൂ. നാട്ടുകാരെ മൊത്തം അടങ്കലെടുത്ത് ചീത്ത വിളിക്കുമായിരുന്നു. എന്നെ മാത്രം ഒന്നും വിളിക്കൂല, നല്ല സ്ത്രീയായിരുന്നു. ഞാൻ തിരിച്ചങ്ങോട്ട് അമ്മ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ജാതി മതമൊന്നും ഇല്ലല്ലേ. ഇല്ല ഇല്ല. ഇതാരെ ഷട്ടടാ? ഇതാരെ അച്ഛന്റെ മുണ്ടെടുത്ത് എന്നെ ഉടുപ്പിച്ചാടാ നീ? ഇല്ല, ഞാനില്ല. പിന്നെ ആരാടാ എന്നെ ഉടുപ്പിച്ചത്? ഞാനില്ല. ഞാൻ നല്ല അടിപൊളി ഡ്രസ് ആയിട്ടാണ് നടക്കണേ. നീ എന്റെ ഡ്രസ് എടുത്തിട്ടാടാ? ഇല്ല. ഞാൻ ആ വിഷം സൂര്യയുടെ തയ്യക്കട വരെ പോയിട്ട് വരും. വിഷം സൂര്യയാ? വിഷം സൂര്യ നല്ല തയ്യക്കാരനാണ്, പക്ഷെ മനസ്സ് മൊത്തം വിഷമാണ്. അല്ല, അതിന് ഇവിടെ ഇവിടെ സൂര്യയുടെ തയ്യൽക്കട അടുത്ത് തന്നെ ഞാൻ തയ്ക്കാൻ കൊടുത്തടാ തുണി. ഒന്നും മുണ്ടാതിരിക്കണം. ഏതെങ്കിലും ഒരു തയ്യക്കട ചെന്ന് കയറും, പിന്നെ അത്തോളം വിഷം സൂര്യയുടെ കട. സുരേന്ദ്ര, ഓ പശുവിന് കാടി വിടറ. പിന്നെ ഈ പിള്ളേരെ കടിച്ച് ദൂരെ കള. എന്തിന് വീട്ടിൽ വിളിച്ച് കരവല സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോകും. കളിക്കാനെന്ന് പറഞ്ഞിട്ട് ഇഞ്ചി കയറി വരും നശൂലം. എങ്ങനെ നടന്ന അച്ഛനാ ഇപ്പൊ ഗജനി പോലെ ആവുന്ന ആരെങ്കിലും കണ്ട? അതന്നെ ചേട്ടാ, പോയി കാർഡ് കൊടുക്ക്. പറഞ്ഞു കേട്ടില്ലേ? കാർഡ് കൊടുക്കാനാ? കാടി പോടി. അച്ഛനെ ഇതുവരെ കാണുന്നില്ലല്ലോ. അച്ഛനെ എങ്ങനെയെങ്കിലും തിരിച്ചോണ്ട് പോകണം. അച്ഛനാ ലാഡറി കയറുന്ന സമയത്ത് ആ മുടിഞ്ചാൻ അവിടെ നിന്നുകൂടായിരുന്ന? ഞാൻ പിന്നെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന് ഒരു കുഴപ്പം പഠിച്ചില്ലായിരുന്നു. നീ അച്ഛനെ ക്യാച്ച് പിടിക്കുമായിരുന്നോ? ചേച്ചിക്ക് പിന്നെ എല്ലാം തമാശയാണല്ല. പൊട്ടുന്നതാണ്ട് എന്റെ നെഞ്ചാ. അങ്ങനെയൊന്നും നിന്നെ നെഞ്ചു പൊട്ടില്ല. അങ്ങനെ പൊട്ടുവായിരുന്നെങ്കിൽ ആദ്യം പൊട്ടേണ്ടത് നിന്റെ വയറാ. ഇവ തമാശ പറയേണ്ട സമയം അല്ലിത്. അച്ഛൻ എന്നെ മക്കളെ കേസ് വിളിച്ചിട്ട് താണ്ടിപ്പോ 2 ദിവസമാകുന്നു. ആരും പറഞ്ഞില്ല, എന്നെ അവർക്ക് ഒരു ചാൻസും ഇല്ലാതെയാ. ഞങ്ങൾക്കും ഉണ്ട് വിഷമമൊക്കെ. ഞങ്ങളിത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തേക്കണം, തമാശയൊന്നും അല്ല. പിന്നെ ആ ഡോക്ടർ പറഞ്ഞതല്ലേ 2-3 ദിവസം ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നു, അതുകൊണ്ട് പിടിച്ചിരിക്കണമെന്നേ ഉള്ളൂ. ഞാൻ താണ്ട് ഇന്നും കൂടെ ക്ഷമിക്കും. പിന്നെ ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ആശുപത്രി അച്ഛനെ കൊണ്ടുപോകും. അച്ഛനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. നിന്നെ ഇങ്ങനത്തെ സംസാരം കാണുമ്പോഴാണ് തല്ലി കൊല്ലാൻ തോന്നണേ. ചേച്ചി എന്തായാലും ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ. ചേച്ചി എങ്ങാനും പടവലത്തെ അമ്മൂമ്മയായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പണി വാളും. അത് ശരിയാട്ടോ, എനിക്ക് ആ പേടി ഇല്ലാതെ ഇല്ല. ഞാൻ ഇന്നലെ കൂടെ അത് ആലോചിച്ചുള്ളൂ. ഇനിയിപ്പോ എന്നെ ആരായിട്ട് തോന്നുന്നു എന്തോ. എന്തായാലും അച്ഛൻ എന്നോട് എന്തോ ഉണ്ട്. എന്നെ അച്ഛൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാ നോക്കുന്നത്. അച്ഛൻ്റെ ഉള്ളിൽ അറിയാം ഞാൻ അച്ഛൻ്റെ സ്വന്തം കേശുവാണ്. നീ മാത്രമേ കണ്ടിട്ടുള്ളോ അച്ഛൻ്റെ ഉള്ളിൻ്റെ കാര്യം ഉണ്ടായിരുന്നു. മനുഷ്യനം
ഡാ ആ പല്ല് കടിച്ച് പൊട്ടിക്കണ്ട, വല്ലതൊക്കെ ചവച്ച് തിന്നാനുള്ളതല്ലേ. മാ അമ്മച്ചി എന്റെ പോയിന്റ് ഇത് വീണ്ടും പ്രായം കുറഞ്ഞ മാ എന്താ? അമ്മച്ചി ഞാനേ തയ്യക്കടയിൽ പോയി ഷർട്ടിനും പാൻറ്റിനും അളവ് കൊടുത്തു. ആ അളവ് കൊടുത്തെങ്കിൽ വാങ്ങിച്ചിട്ടോ. ഏ അളവ് കൊടുത്തെങ്കിൽ വാങ്ങിച്ചിട്ടോളെ. അമ്മച്ചനെ തരണം തയ്യക്കുരി. അത് ശരി. അപ്പൊ ബോധം പോയാലും പൈസ വാങ്ങണ സ്ഥലം കറക്റ്റ് ആയിട്ട് അറിയാം അല്ലേ? അല്ല ഉണ്ടെങ്കിൽ ഇഡ്ഡലി ഉണ്ട്. അപ്പൊ പറയാ ഇടയിൽ ഇടയിൽ നിന്ന് മാറ്റി പിടിക്കാൻ പറയും. തള്ളക്കളാക്കി കേൾക്കൂല. അത് ഓർമ്മയുണ്ടല്ലേ അപ്പൊ? ഇങ്ങോട്ട് താ ഇങ്ങോട്ട് വിശേഷണ് ആ സമയം ഇഡലി ഇഡലി തന്നെ താ പെട്ടെന്ന് എടുക്കണ്ടേ? എത്ര വേണം? അമ്മ തട്ടമ്മ ഇല്ലേ ഇത് തട്ട്. ആർത്തിയായോ അപ്പൊ? തട്ട് മതിയോ? ഒന്നുകൂടെ മതി. മതിയോ? ഒന്നുകൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ മതി. ഇനി മതി. ഈ സാമ്പാർ വഴി കുളുക്ക വഴി പെട്ടെന്ന് ഒഴിക്കുന്ന കളവി ഒഴുകി ഇങ്ങോട്ട് പെട്ടെന്ന് കുളുക്ക ഒഴുകി മതിയോ? കുളുക്ക കൊച്ചും കൂടെ ഒഴുകി. നമുക്ക് പുറത്ത് അവിടെ പോയി നിന്നാ. അവിടെ നിന്ന് പോണി വിട്ടിരുന്ന് കഴിച്ചാ മതി. ഇല്ല എനിക്ക് അവിടെ കാക്ക കണ്ടിരുന്ന് കഴിക്കാൻ പാ. ഈശ്വര കുറച്ച് കഴിയുമ്പോ അമ്പലിയമ്മനെ കാണിച്ചു തരാൻ പറയുന്നത്. പെട്ടെന്നാ ബാലു അടങ്ങിയിരിക്കും. ബാലു വാ ഒരു വിശക്കണ്. പതുക്കെ കഴിക്ക്. ഇതേ ഇത് കെട്ടി വെച്ചിട്ടാണ് താഴോട്ട് ഇറങ്ങാത്ത. പോയാ ശരിയാ? പതുക്കെ തിരിക്കി. പെടല് പോയി. ആ ഇനി കഴിച്ചു കഴിക്കേ. വാരി തരാൻ അടുക്കള പണിയുണ്ട് ബാലു എനിക്ക്. അമ്മ പാപ്പ വാരി തന്നിട്ട് എത്ര നാളായി? വാരിത്താ കുരിശായല്ലോ ഈശ്വര. വാ വിളിക്ക്. കൈ കടിക്കരുത്. ആ വാരി കൊടുക്ക്. നമുക്ക് പോലും വാരി തരാനായിട്ട് മടിയായിരുന്നു. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു. ഇപ്പൊ കൈയോട് കൊടുക്കാൻ തുടങ്ങി. വാരിത്തരാട്ടാ. ഭയങ്കര എരി. ഞാനൊരു അപ്പുറത്തെ വിള അറിയേ. അതെന്തിനാ അറിയണേ? ഭയങ്കര എരി അല്ലെങ്കിൽ കാടിക്കരുത്തിട്ട് കൊടുക്കും. എപ്പോഴും അമ്മ ഉണ്ടാക്കുന്ന ഭയങ്കര എരിയാണ്. കൊച്ചു നമുക്ക് ഇത് കഴിക്കാനേ പറ്റൂല. എരിയില്ലാതെ ഉണ്ടാക്കി തരാം. അച്ഛന് എരിയാണെന്ന് പറഞ്ഞോണ്ട് പിള്ളേർക്ക് കഴിക്കണ്ടേ? നമുക്ക് കഴിക്കണ്ടേ? പറഞ്ഞ മാധവൻ തമ്പി. ആ മാധവൻ തമ്പി ചീത്ത് വിളിച്ചോട്ടാ. കുഴപ്പമില്ല. എടാ കേശു, കൊച്ചു 45 വർഷം പുറകെ പോയി നോട്ടാ തോന്നണേ. കാക്കേ? ഇപ്പൊ കാക്കയ്ക്ക് ഞാൻ എവിടെ പോവാനാ? കഴിക്കും. കാക്കയില്ല ബാലു ഇപ്പൊ ഇവിടെ. ഇനി അച്ഛൻ ജനിച്ച പാടായി പോവാ എന്തോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അകത്തു ഇരുന്ന് കഴിക്കാം. കാക്ക വരുന്ന സമയമല്ല ഇപ്പൊ. അർദ്ധരാത്രിയിലെ കാക്ക വരുള്ളൂ ഇവിടെ. എനിക്ക് തന്നാ മതി. അപ്പൊ ഞാൻ കഴിച്ചോളാം. എനിക്ക് വേണ്ട. കഴിക്കുവാ. അകത്തേക്ക് പോവാ. വേണ്ടേ? ബാലു അകത്തിരുന്ന് കഴിക്കാൻ വാ. കാക്ക ഇപ്പൊ വരൂല്ല ബാലു. വാ നമുക്ക് അകത്ത് വരുന്ന കഴിക്കാം. അകത്ത് പോയി വാരിത്തരാം അമ്മ. വാ വയ്ക്കോ. പതുക്കെ ഓടണ്ടേ? പോട്ടെ പോട്ടെ പോ പോ പോ. പട്ടി കടിക്കൂന്ന്. പട്ടി കൊടുക്കണ്ട. പട്ടി കൊടുക്കണ്ട. പട്ടിക്ക് കൊടുക്കണ്ട. പട്ടി ഞാൻ കൊടുത്തോളാം. അങ്ങനെ നല്ല മധുര ഐസ്ക്രീം. വായിലൊക്കെ തുടച്ചു കൊടുക്കണം വിഷ്ണു. വേണ്ട വേണ്ട, നല്ല മധുര. ഓടാ സുരേന്ദ്ര, നിനക്ക് ഐസ്ക്രീം തരൂല. ഇന്നാളെ ഐസ്ക്രീം വാങ്ങിച്ചപ്പോ നീ ഒറ്റയ്ക്ക് തിന്നില്ല. തരൂല. സുരേന്ദ്രന്? ഞാനിപ്പോ സുരേന്ദ്രനായി. അച്ഛാ സുരേന്ദ്രന് ഐസ്ക്രീം ആണോ? ഞാൻ കൊടുക്കൂല. അമ്മ അച്ഛൻ വീണ്ടും കുട്ടിയായി. ആ കുട്ടി ഈ കുട്ടി പട്ടിക്കുട്ടി. ആ കുട്ടി ബാലു വീണ്ടും പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇത്. പങ്കിയമ്മ കളിക്കല്ലേ.
എനിക്ക് പങ്കമ്മ ഇഷ്ടമല്ല. പങ്കമ്മ ചീത്തയാണ്. ആ ഈ പങ്കമ്മയില്ലേ ഭയങ്കര കള്ളിയാണ്. ഇന്നാളെ എനിക്ക് മുറുക്കാൻ ചോദിച്ചപ്പോ തന്നില്ല ഈ പങ്കമ്മ. പാടുന്നു പങ്കമ്മ. എടാ കേശു ബോൾ കിട്ടി. ഈ ബോളിട്ട് എവിടെ കിട്ടി? മതി മതി അതാ അതവിടെ ഉമ്മർത്തുണ്ടായിരുന്നു. ആണാ ബോളർ നീട്ടി. അതവിടെ ഉമ്മർത്തുണ്ടായിരുന്നു. ക്യാച്ച്. ഇങ്ങോട്ട് താടാ കള്ള സുരേന്ദ്ര. എടാ എടാ എന്റെ പോലെ നീയല്ലടാ അടുത്ത് ഒളിച്ചിട്ടത് കള്ളായി. പോടാ. എന്ത് അമ്മ പാല് വേണം. പാലാ? ഞാനിപ്പോ അമ്മയാ. അമ്മ എനിക്ക് പാല് വേണം. കളിച്ചിട്ട് തിരിഞ്ഞ് വരുമ്പോൾ പാല് വേണമെന്ന്. ഇന്നാളെ ഈ സുരേന്ദ്രൻ എനിക്ക് തരാനുള്ള പാല് ഉപ്പിട്ട് കളഞ്ഞു. എനിക്ക് അതൊരു പാല് വേണം. അത് സുരേന്ദ്രൻ കൊടുക്കല്ലേ. പാല് വേണമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് കളിച്ചിട്ട് വന്നപ്പോൾ പാല് വേണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പാല് തരാന്ന് പറയടി. അച്ഛൻ പോയി കളിച്ചിട്ട് വാ. അല്ല പോയി കളിച്ചിട്ട് വാ. അമ്മ പാല് തേക്കാട്ടോ. പാല് തരുമോ? ആ പാല് തരാം. വലിയ ക്ലാസ് തരണേ. ആ തരാം. ആ ഇപ്പൊ ഇഡ്ഡലി കേട്ടിട്ടുള്ളൂ അച്ഛാ. അല്ല അണ്ണാ എനിക്കിപ്പോ പാല് ബിസ്ക്കറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞു. എത്ര അയ്യോ പാലും ബിസ്ക്കറ്റും ഇപ്പൊ ഞാൻ എവിടെ പോകാനാടാ? എന്റെ അമ്മ ഇവന്റെ അരിമാവും കലക്കി കൊടുക്കുമ്പോ ബോധമൊന്നുമില്ലല്ലോ. പാലൊന്നും മേടിച്ച് കുടിച്ചോളും. അരിമാവിന്റെ അച്ഛനാണെങ്കിൽ പറഞ്ഞു പോടി. ഇതെന്നെ അച്ഛന് പറഞ്ഞല്ലോ. കളിയാക്കൊന്നും വേണ്ട. പതുക്കെ ആള് പിക്കപ്പായി വരുന്നുണ്ട്. പിക്കപ്പാ പിക്കാസ് കക്കൂസ്. പിക്കപ്പ് പിക്കാസ് കക്കൂസ്. പിക്കപ്പ് പിക്കാസ്. ബാലു പങ്കിയമ്മ എൻ്റെ അടുത്ത് വരല്ലേ. എൻ്റെ അടുത്ത് മിണ്ടണ്ട. എനിക്ക് വല്ലതും കഴിക്കാൻ തലയെ തുപ്പും. പോയി കളിച്ചിട്ട് വാ. എന്നിട്ട് തരാം പാലും ബിസ്ക്കറ്റൊക്കെ. അമ്മ എന്ന് ചാവും. അങ്ങൊന്നും പറയാൻ പാടില്ല. അമ്മൂമ്മ എന്ന് പറഞ്ഞ അമ്മയാ. അമ്മമ്മേ ആ അമ്മമ്മയുടെ അമ്മ ആരും അമ്മമ്മ ആര് സുരേന്ദ്ര? ആരും അമ്മമ്മയുടെ അമ്മ ആര് സുരേന്ദ്ര? അവര് നേരെ ചോദിച്ച കൂടി മനസ്സിലാവില്ല. പിന്നെയാണ് ഇങ്ങനെ ചോദിച്ചത്. സരോജിനിയത്തി നീ കൂടുതൽ കളിക്കല്ലേ. നീ ഇന്നാലെ പായൽ കിടന്ന് മൂത്രമൊഴിച്ചിട്ട് നീ എൻ്റെ പേരല്ലേ പറഞ്ഞത്. അമ്മ ഞാൻ അച്ഛനാണെന്നൊന്നും നോക്കിലോട്ടോ. വലുതും വിളിച്ചു പറയും. ദൈവമേ ഏത് കഷ്ടകാല സമയത്താണ് ഈ ബാലുവിന് ബൾബിടാൻ കയറാൻ തോന്നിയത്. പൊട്ട നിനക്ക് പോയി ബൾബിട്ടാ പോയായിരുന്നോ? ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ആവുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് പറഞ്ഞു. അമ്മമ്മ ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ അച്ഛനെ തൊട്ടാണ്ടല്ലോ ഞാൻ കല്ലെടുത്ത് മണ്ടി ഇറങ്ങി പൊളന്ന് കളഞ്ഞ. ബാലു എന്താ പറ്റിയേ? എന്താ പറ്റിയ ബാലുവിന്? എനിക്ക് പനി വരും പോലെ തോന്നണം. തോന്നണോ? അതുകൊണ്ട് ഞാൻ നാളെ സ്കൂളിൽ പോകില്ലേ. പോണ്ട കേട്ടോ. എനിക്ക് പൂർണ്ണിമ നാളെ വരുമെന്ന് പറഞ്ഞു. സ്ലാറ്റ് വാങ്ങിക്കാൻ മഷിത്തണ്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അത് വാങ്ങിക്കാൻ പോട്ടെ. പോയിക്കോ. വിശക്കണോ? വിശക്കണം അമ്മ. എനിക്ക് വല്ല കൊണ്ടുപോകാം. കൊണ്ടുവരാം. സുരേന്ദ്ര നീ എവിടെയെങ്കിലും ഇറങ്ങി പോടാ. മുറുക്കാൻ ചോദിച്ചിട്ട് തന്നിട്ടല്ലേ. എനിക്ക് മുറുക്കാൻ ചോദിച്ചിട്ട് തന്നാ കളവി. കറക്റ്റാ കളവി. അമ്മേരെ അമ്മ വല്ലോ ഇടയ്ക്കൊരു നിൽക്കരുത്. തെന്ന് മുടിക്കാൻ വേണ്ടി വീട്ടിൽ പോ. കുടുംബ വീട്ടിൽ പോ. എന്നാ കഴിച്ചു. ഇത്രേ ഉള്ള ഇപ്പൊ അത് കഴിക്കുന്നില്ല. വേറെ തരാം. രണ്ടു കൂട്ടും ഒട്ടും തന്നിട്ട് തിന്നാൻ വേണം. അമ്മ കൊതി പോ. അമ്മ ഒരുമിച്ച് തിന്നാൻ പറ്റണില്ല. കുറച്ചായിട്ട് കഴിക്ക്. ഒരുമിച്ച് തിന്നാൻ പറ്റണില്ല. കുറച്ചായിട്ട് കഴിക്ക്. എത്ര വെച്ച് തിന്നണം എന്നുള്ള ബോധം പോലും ഇല്ല ഇപ്പൊ. അച്ഛാ കുറച്ച് വെള്ളം എടുക്കണ്ടോ? വെള്ളം സുരേന്ദ്ര വാ വാ. സരോജിനി വാ. രണ്ടുപേർക്കും തരാം. കൈ നീട്ട്. സുരേന്ദ്രൻ കൈ നീട്ട്. നീട്ട്. മേടിക്ക്. കൈ നീട്ടറ. അടിയല്ലേ വേണ്ട. ഇല്ല എന്നാ വീട്ടിൽ തന്നിട്ടെന്ന് വേണ്ട പറയുന്നത്. വേണ്ട കുഴപ്പമില്ല. അമ്മമ്മയ്ക്ക് വേണം. എന്നാ അച്ഛാ അല്ല മോനെ വെള്ളം.
പറയ കൊതി വിടില്ല. ചിരിക്കണേണ്ട, അവന് ചിരിക്കണേണ്ട. അങ്ങനെ സാധനമാണ്. പാല് കളിച്ചിട്ട് വരുമ്പോ പാല് തരാം. അല്ല അച്ഛാ, അല്ല അണ്ണാ, എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് പോയിട്ട് ഹോംവർക്ക് ചെയ്യാനുള്ളതാ. അതെ നീയാ എന്ത്? ഡേയ് ആ, നമ്മളെ പൂർണിമയ്ക്ക് പൂർണിമ ഏത് പൂർണ്ണിമ? നമ്മളെ മാവന്റെ മോളെ പൂർണിമയില്ലേ, ഓ ഓ, അവൾക്ക് ഒരു കത്തെഴുതണം. കത്തെഴുതാം. പക്ഷെ അണ്ണൻ എന്ത് എഴുതാത്തെ? ഞാൻ എഴുതിയാലേ മാമൻ കൈയോടെ പിടിക്കാൻ ഞാൻ അകത്തായി പോകുന്നു. അല്ല അപ്പൊ ഞാനും അകത്താകത്തില്ലേ ഞാൻ എഴുതിയാ? എടാ അനിയ, നീ അകത്തായ പുറത്തിറക്കാൻ വേറൊരാൾ വേണ്ടേ? അതിലെ ഞാൻ വെളിയിൽ നിൽക്കണേ. എന്റെ പൊന്നു അപാര ബുദ്ധി തന്നെ. നീ എഴുതി. എഴുതാ. അല്ല, ഒരു ഉപകാരം ചെയ്ത പ്രത്യുപകാരം വേണ്ടേ? എന്താണ്? എനിക്ക് എന്ത് മേടിച്ചു തരും? അവളെ ചുണ്ട വാങ്ങിച്ചരാ. മതി മതി. ശർക്കര മിഠായി, ഗ്യാസ് മിഠായി, നാരങ്ങ മിഠായി. അറിയാ എഴുതല സുരേന്ദ്ര. അത്രയും മേടിച്ചു തരുമോ? ഓ സുരേന്ദ്ര എഴുത്. ആ പറ. ഇത്രയും സ്നേഹം നിറഞ്ഞ അല്ല ഇഷ്ടമുള്ള പൂർണിമ. ഏതാ എഴുതണ്ടേ? ഇഷ്ടമുള്ള പൂർണിമയ്ക്ക് ആ, ഇന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ച കാര്യം തരാത്തത്. അണ്ണൻ എന്ത് ചോദിച്ചേ? മഷിത്തണ്ട്. മഷിത്തണ്ട. എഴുത്. എന്നെ ഇഷ്ടമാണെന്നറിയാം. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് എൻ്റെ മുഖത്ത് നോക്കി ഇഷ്ടക്കേടില്ലാതെ പറഞ്ഞുകൂടെ? അണ്ണാ, ഇത് എത്ര ഇഷ്ടമായി? നീ വാക്കുകളിട്ടില്ല, തൊണ്ട വരലും പോലെ തോന്നുന്നു. എന്താ ചാല, എന്താണ് ചേട്ടനും അനിയനും കൂടി ഒരു സംസാരം? സൂക്ഷം കണ്ടൊക്കെ നിക്കട്ടാ വട്ടവാനാ. ഞാൻ തന്നെത്താൻ എഴുതിയാ മതിയായിരുന്നു. ഇത് നമ്മൾ വിചാരിക്കുന്ന ആളേ അല്ല, കൊച്ചിലേ പണി തുടങ്ങി. എനിക്കൊന്നും വേണ്ട. പൂർണിമ കണ്ടിട്ടുണ്ടായിരുന്നു. പൂർണിമ ഇടയ്ക്കാനും കണ്ട. ഇല്ല. ഉപ്പും മുളകും co-powered by Q Developers and 24news.com. കരയല്ലമ്മ, നമുക്ക് പരിഹാരം കണ്ടെത്താ. എന്ത് പരിഹാരം? ഒരു പരിഹാരവും ഇല്ല. അല്ലെങ്കിൽ എന്നെ കയറി കിളവി തള്ള എന്നൊക്കെ വിളിക്കോ? ബോധമുള്ളപ്പോഴേ എന്നെ വയസ്സായി കാണാനാണ് ആഗ്രഹം. അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. ഒന്നാമതേ അച്ഛന് വൈകിപ്പം. പോടാ അവിടുന്ന്. നേരത്തെ എന്നെ മുഖത്ത് തുപ്പെന്ന് പറയാറുണ്ടായിരുന്നു. ഇപ്പൊ കറക്റ്റായിട്ട് തുപ്പി. ഞാൻ കിടക്കേറി മൂത്രം വെച്ചെന്ന് പറഞ്ഞപ്പോ എന്റെ കൺട്രോൾ അങ്ങോട്ട് പോയി. പിന്നെ അച്ഛൻ്റെ അനിയത്തി സരോജിനി ഞാനല്ലല്ലോ എന്ന് ഓർത്തപ്പോ ഒരു സമാധാനം കിട്ടി. കിടക്കേ കിടന്ന് മുള്ളാത്ത ഒരാള്. അമ്മയും ചേച്ചീനെ ഇന്ന് വാങ്ങിച്ചിട്ടേ പോകുള്ളൂട്ടാ. അച്ഛൻ എന്നെ കയറി സുരേന്ദ്രനെ വിളിച്ചപ്പോ ഞാനങ്ങ് വലുതായതുപോലെ. ഇനി അത്രയും ആവാൻ എത്ര വർഷം കിടക്കുന്നു? അതല്ലമ്മ, അച്ഛൻ എന്നെ കയറി അച്ഛന്ന് വിളിച്ചപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. ലോകത്ത് ഒരിടത്തും അച്ഛൻ സ്വന്തം മകനെ കയറി അച്ഛന്ന് വിളിച്ചിട്ടുണ്ടാവില്ല. നീ വിഷമിക്കണ്ടടാ, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. വഴി കിട്ടിയാ മതിയായിരുന്നു. ഇനി എന്നെ കൊണ്ട് വയ്യമ്മ അച്ഛൻ അമ്മേന്ന് വിളിക്കണ കേൾക്കാൻ. ഇപ്പൊ പോയി അച്ഛൻ തീരെ കുഞ്ഞായിട്ട് വന്ന് എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? അച്ഛനെ അമ്മ കിടത്തി കുളിപ്പിച്ച് പൗഡർ ഇട്ട് കുപ്പിപ്പാൽ കൊടുക്കേണ്ട വരും. ഡാ മിണ്ടായിരിക്കടാ. പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാ നീ കയറി പോണേ? വയസ്സാകാലത്ത് എന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അമ്മ വിഷമിക്കണ്ട, ഒരു വഴിയുണ്ട്. എന്ത് വഴി? അവസാനത്തെ വഴി. വാ വാടാ, വാ അമ്മ, വാ. അയ്യോ, പാല് കുടിക്കുന്നു. ഉണർത്തലടാ. അമ്മ, അച്ഛന്റെ തലയുടെ ഏത് ഭാഗത്തായിട്ട് അടി കൊണ്ടത്? ഇവിടെ ഇവിടെ. ഇവിടെ. അച്ഛൻ ക്ഷമിക്കണേ. കണ്ടതും കേട്ടതും വായിച്ചതുമായ അറിവ് വെച്ചൊരു ഒറ്റമൂലി അങ്ങ് പ്രയോഗിക്കാൻ പോവാണ് ഈശ്വര. വിഷ്ണു എന്ത് ചെയ്യും?
അച്ഛാ അച്ഛാ ബാലു അച്ഛാ അല്ല, അച്ഛാ. 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 ബാലു അച്ഛാ. അച്ഛാ എന്താടി എന്ത് എടാ ഒരു ബൾബ് ഫീസായി കിടക്കണം നിനക്ക് മാറ്റിയിട്ട് അറിഞ്ഞൂടാ ഈ വയസ്സായ കാലത്ത് ഞാൻ ഏണി വെച്ച് കയറിയിട്ട് തലയും കുത്തി വീണ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഇതിലും വലുതിന് എന്ത് സംഭവിക്കാനാണ്? അണ്ണനാ അല്ല അച്ഛാ. ലാഡറോടാ എന്ന് ലാഡർ എവിടെ നിന്ന് എന്തിന് ഞാൻ ബൾബ് മാറ്റിയിടാം ഇത്രയും പ്രായപൂർത്തിയായിട്ട് നിനക്ക് വയസ്സ് എത്രയാടാ നിനക്ക് ഒരു ബൾബ് മാറ്റിയിടാം അയ്യോ എന്റെ പൊന്നച്ച ഞാൻ മാറ്റിക്കോളാം ദൈവമേ പോവല്ലേ ഞാൻ മാറ്റിക്കോളാം